നമസ്കാരം. മല്ലുടെക് ജിബിസ് വ്ലോഗ്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളീ കാണുന്ന ഈ ഒരു പ്രത്യേക വീഡിയോ ഒരു വർഷമായിട്ട് നിശ്ചലമായി കിടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ വർക്കാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ വർക്ക് നടന്നിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, യുദ്ധ സാഹചര്യങ്ങൾ വന്നു. ഇവിടെ സ്ഥിരം പണിക്കാർ അവരുടെ നാടുകളിലേക്ക് പോവുകയുണ്ടായി. പകരം വരുന്ന അല്ലെങ്കിൽ പകരം കൊണ്ടുവരാനിരിക്കുന്ന വ്യക്തികൾക്ക് ചില ഏജൻസികളോ ചില കമ്പനികളോ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താത്തതുകൊണ്ട് ഇതുപോലെ പല കെട്ടിടങ്ങളും പല ഭാഗങ്ങളിൽ നിശ്ചലമായി കിടക്കുകയാണ്, പണി തീരാതെ കിടക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് കുറച്ച് സ്പ്രേ പെയിൻറ്റേഴ്സിനെയും കുറച്ച് CNC ഓപ്പറേറ്റേഴ്സിനെയും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കേഴ്സ് ആയതുകൊണ്ട് അവരിലുള്ള വിശ്വാസം കമ്പനിക്കുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വേക്കൻസി കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാർപ്പൻറ്റേഴ്സിനെ വേണം, പെയിൻറ്റേഴ്സിനെ വേണം, CNC ഓപ്പറേറ്റേഴ്സിനെ വേണം, മെക്കാനിക്കൽ എൻജിനീയേഴ്സിനെ വേണം, അതുപോലെ സ്പ്രേ പെയിൻറ്റേഴ്സിനെ വേണം. ദയവായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്പ്രേ പെയിൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ പെയിൻറ്റേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ, CNC ഓപ്പറേറ്റർ അല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യരുത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പ്രോസസ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ പ്രസൻറ്റേഷൻ വരും. അവിടെയൊന്നും നിങ്ങൾക്ക് തട്ടിക്കൂട്ട് പരിപാടി ഇസ്രയേലിൻ്റെ ഈ കമ്പനികളോ ഏജൻസികളോ അനുവദിക്കത്തില്ല. കാരണം ഇതിനു മുന്നേ ഞാൻ സ്പ്രേ പെയിൻറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്ന ബയോഡേറ്റകളിൽ വീഡിയോ പ്രസൻറ്റേഷൻ നടത്താൻ പറഞ്ഞപ്പോൾ ആ വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അവരൊന്നും റിയൽ ആയിട്ടുള്ള സ്പ്രേ പെയിൻറ്റേഴ്സ് അല്ല. ഏതെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് പോയി ചെയ്യുന്നു എന്നുള്ളവരെ അല്ല ഇവർക്ക് വേണ്ടത്. ദേ നീഡ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അവരുപയോഗിക്കുന്ന വാക്കിതാണ്, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ഇതാണ്. അതുകൊണ്ട് തന്നെ ഊടായ്പ പരിപാടികൾ നടക്കത്തില്ല. നിങ്ങൾ കറകളഞ്ഞ തഴക്കം ചെന്ന കാർപ്പൻറ്റേഴ്സ് ആണെങ്കിൽ, പെയിൻറ്റർമാരാണെങ്കിൽ, CNC ഓപ്പറേറ്റർ ആണെങ്കിൽ, മെക്കാനിക്കൽ എൻജിനീയർ പ്രൊഫഷണൽ ആണെങ്കിൽ, സ്പ്രേ പെയിൻറ്റർ ആണെങ്കിൽ ഒരുപാട് വേക്കൻസികളൊന്നുമില്ല. 5 പേരെ മതി. ഓരോ കാറ്റഗറിയിലും 5 പേര്. 25നും 45 വയസ്സിനും ഇടയിലുള്ളവർ, ഇതിനു മുന്നേ ഇസ്രയേലിലേക്ക് അപ്ലൈ ചെയ്യാത്തവർ, ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടി വിസയ്ക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ കൊടുക്കാത്തവർ, ഇങ്ങനെയുള്ളവരെയാണ് കൂടുതലും നമുക്ക് ആവശ്യം. വയസ്സ് 25-45 വയസ്സ്. താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളുടെ ചെറിയൊരു ബയോഡാറ്റ, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, പേര്, അഡ്രസ്സ്, പാസ്പോർട്ട് ഡീറ്റെയിൽ, പാസ്പോർട്ട് 3 വർഷം വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെച്ചൊരു ബയോഡാറ്റയും നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൃത്യമായ ഒരു 50 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോയും നിങ്ങൾക്ക് വെറുതെ എന്നാൽ കൊടുത്തു കളയാം എന്ന രീതിയിലല്ല, അല്പം നീറ്റായിട്ട് ഒരു കമ്പനിക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആവശ്യം. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുക, സ്പ്രേ പെയിൻറ്റേഴ്സ് അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെ കാണാൻ പറ്റും. ആ ഒരു പ്രൊഫഷണലിസം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബയോഡാറ്റ കിട്ടുന്നു എന്നതിലല്ല, കിട്ടുന്ന ബയോഡാറ്റയിൽ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുകൂടിയുണ്ട്. അതായത് SSLC പാസ്സായവർക്ക് മാത്രം. ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് എനിക്ക് 50 വയസ്സുണ്ട്, എനിക്ക് 25 തികഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും വരരുത്. കാരണം ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് ഏജൻസിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് 25-45 വയസ്സിനിടയിലുള്ളവർ, SSLC പാസ്സായവർ, പണി അറിയാവുന്നവർ, കൃത്യമായിട്ട് പറയുന്നു, ഊടായ്പല്ല, പണി അറിയാവുന്നവർ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവരെ 5 പേര് വീതം ആവശ്യമുണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ സെയിം കമ്പനി ജോലി ചെയ്യുന്ന കുറച്ച് പേരുടെ അവരുടെ വാട്സപ്പ് നമ്പറും പേരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. കാരണം നമ്മൾ അവരെ കൊടുത്തത് കൊണ്ടാണ് ആ സെയിം കമ്പനി നമുക്ക് കുറച്ച് പേരെയും കൂടെ വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പ്രേ പെയിൻറ്റേഴ്സ്, കാർ പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും കുഴപ്പമില്ല. ഈ കാർ പെയിൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റേഴ്സിൻ്റെ തന്നെ കാറ്റഗറിയിൽ പെടുന്നവർ, പെയിൻറ്റേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടട്ടെ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അത് ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഏജൻസിയിൽ നിന്ന് നിങ്ങളെ വിളിക്കും. പിന്നീട് വീഡിയോ പ്രസൻറ്റേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, സൂം മീറ്റിംഗ്, അഫിഡവിറ്റ്, ലാസ്റ്റ് വിസ സബ്മിഷൻ, മെഡിക്കൽ,
ഇങ്ങനെ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എങ്ങനെയാണോ കൊണ്ടുവന്നത് അതേപോലെ തന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇതൊരു ചെറിയ വീഡിയോ ആണ്, മറക്കണ്ട. സ്പ്രേ പെയിൻറ്റേഴ്സ് കൃത്യമായിരിക്കണം, ഊടായ്പ് ദയവ് ചെയ്ത് അയക്കരുതേ. താങ്ക് യു.